പാലക്കാട് ഇത്തവണ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. ബി ജെ പിക്ക് അടിപതറിയത് എങ്ങനെ പാലക്കാട് എന്നുള്ളതാണ് എല്ലാവരും ഉയർത്തുന്ന ഒരു ചോദ്യം. എല്ലാവരും കരുതിയത് അതുവഴി ആദ്യം പാലക്കാട് വഴി നിയമസഭയിലേക്ക് വീണ്ടും എത്താൻ പോകുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ നേരത്തെ രാജഗോപാൽ നിയമസഭയിൽ എത്തിയത് ഒഴിച്ചാൽ ഇനി ആരെങ്കിലും ഒരാൾ നിയമസഭയിൽ എത്തുമോ എന്നിങ്ങനെ കാത്തിരിക്കുകയാണ് ബി ജെ പി. മാത്രമല്ല, കഴിഞ്ഞ തുടർച്ചയായി കേന്ദ്രം ഭരണം പിടിക്കുമ്പോഴും ഇവിടെ നിന്ന് അവർക്കൊരു MPയെ കേന്ദ്രത്തിൽ അയക്കാൻ കഴിഞ്ഞപ്പോഴും ഒരു MLA ശക്തമായി കേരളത്തിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് കഴിയാതിരിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ തിരിച്ചടി തന്നെയായിരുന്നു. പാലക്കാട് വഴി ഇത്തവണ അത് സാധ്യമാകും എന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. മാത്രമല്ല, ഷാഫി പറമ്പിൽ വടകരയിലേക്ക് മാറിയപ്പോൾ BJP അതിനെ സഹായിച്ചുവെന്നും അതുകൊണ്ട് തന്നെ അത് BJP ആയിട്ടുള്ള ഒരു കൂട്ടുകെട്ടാണെന്നും ഇവിടെ അത് സ്വാഭാവികമായിട്ടും BJP പല അർത്ഥത്തിൽ അതുകൊണ്ട് തന്നെ വിജയിക്കുമെന്നും കോൺഗ്രസ് അവിടെ BJPയെ സഹായിക്കുമെന്നൊക്കെ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. മാത്രമല്ല, നോട്ട് വിവാദം ഒക്കെ നീലപ്പെട്ടി വിവാദം ഒക്കെ ഉയർന്നു വന്നൊരു മണ്ഡലമാണ്. മാത്രമല്ല, സന്ദീപ് വാര്യരുടെ BJP രംഗപ്രവേശം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു മണ്ഡലമാണ്. അത് കൂടാതെ തന്നെ BJP നഗരസഭ ഭരിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. ആലോചിക്കണം, അവിടുത്തെ പകുതിയോളം വാർഡുകൾ നഗരസഭയിലാണ് എന്നുള്ളത് ആലോചിക്കണം. ഏതാണ്ട് 104 വാർഡ് എടുത്ത് പരിശോധിച്ചാൽ 52 വാർഡുകൾ വരുന്നത് നഗരസഭ മേഖലകളിലാണ് എന്ന് ഓർക്കണം. ബാക്കിയുള്ള 52 എടുത്ത് പരിശോധിച്ചാൽ അവിടെ ഏതാണ്ട് UDF-നും LDF-നും ഒക്കെ തമ്മിലായിട്ട് 3 പഞ്ചായത്തുകളിലായിട്ടാണ് ഏതാണ്ട് 52 വാർഡുകൾ കിടക്കുന്നത്. ബാക്കി 52 വാർഡുകൾ എന്ന് പറയുന്നത് പാലക്കാട് നഗരസഭയിലാണ്. ഈ 52 എന്നും അങ്ങനെ മൊത്തം 104 വാർഡുകൾ എടുക്കുമ്പോൾ നഗരസഭയിൽ വളരെ വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടിയാണ് BJP അവിടെ അധികാരത്തിൽ ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ പാലക്കാട് മണ്ഡലത്തിൽ പോവുകയും ആ മണ്ഡലം മനസ്സിലാക്കുകയും ആ മണ്ഡലത്തിന്റെ ഭൂമികയും ചരിത്രവും ഒക്കെ പഠിക്കുകയൊക്കെ ചെയ്താൽ ഒരു കാര്യം വളരെ വ്യക്തമാകും. പാലക്കാട് BJPക്ക് രാഷ്ട്രീയപരമായി തന്നെ കെട്ടുറപ്പുള്ള ഒരു സ്ഥലമാണ്. ഒരുപക്ഷെ കേരളത്തിൽ വളരെ അപൂർവമായി കാണപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മൾ പല മണ്ഡലങ്ങളും എടുത്ത് പരിശോധിച്ചാൽ BJPക്ക് രാഷ്ട്രീയപരമായി വളർച്ചകൾ ഉണ്ടെങ്കിൽ പോലും ഇത്ര വളരെ കരുത്തുള്ള ഒരു മണ്ഡലം അങ്ങനെ കേരളത്തിൽ അപൂർവമാണ്. അപ്പൊ അതിലൊന്നാണ് BJPക്കുള്ള പാലക്കാട് മണ്ഡലം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ BJPക്ക് വിന്നിംഗ് ചാൻസ്, വിജയ സാധ്യതയുള്ള ഒരു നിയമസഭാ മണ്ഡലമായി പരികൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ് ഈ പാലക്കാട് മണ്ഡലം എന്ന് പറയുന്നത്. മാത്രമല്ല, മെട്രോമാൻ ശ്രീധരൻ മത്സരിച്ച സമയത്ത് ഏതാണ്ട് 33% വോട്ടുകൾ നേടാൻ കഴിഞ്ഞ ഒരു മണ്ഡലമാണ് പാലക്കാട്. അവിടെ ഏതാണ്ട് 35%, ഏതാണ്ട് 38%-ത്തിലധികം ഷാഫിയും 35%-ത്തോളം ഏതാണ്ട് BJPയും പിടിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞതെന്ന് ആലോചിക്കണം. അപ്പം ശ്രീധരന് കിട്ടിയ വോട്ടുകൾ നിലനിർത്താനാകുമോ എന്ന് ചോദിച്ചാൽ ശ്രീ കൃഷ്ണകുമാറിന് പറ്റില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ തുടക്കത്തിലെ മനസ്സിലാക്കിയ ഒരു കാര്യം. അദ്ദേഹത്തിന് മെട്രോമാന് കിട്ടിയ സ്വീകാര്യത കിട്ടില്ല. കാരണം ശ്രീധരനെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്രമായി കിട്ടിക്കൊണ്ടിരുന്ന പല വോട്ടുകളും പെട്ടിയിലാക്കാൻ കഴിയുമായിരുന്നെങ്കിൽ കൃഷ്ണകുമാറിനെ സംബന്ധിച്ചിടത്തോളം അത്ര സ്വതന്ത്ര വോട്ടുകൾ പെട്ടിയിലാക്കാൻ കഴിയുന്ന അത്ര വലിയൊരു സ്വീകാര്യത ഉണ്ടെന്ന് നമുക്കറിയാൻ കഴിയില്ല. മാത്രമല്ല, അദ്ദേഹത്തിന് കൂടുതലും ഒരു BJP വോട്ടുകൾ തന്നെയാണ് കിട്ടുക. അതുകൊണ്ട് പാർട്ടിപരമായി കിട്ടേണ്ടുന്ന വോട്ടുകൾ BJPയെ സംബന്ധിച്ചിടത്തോളം കിട്ടും എന്നാണ് കരുതിയിരുന്നത്. എന്നാൽ നഗരസഭാ മേഖലകളിൽ ചിലയിടത്ത് BJPക്ക് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഒരു 4 റൗണ്ടൊക്കെ എണ്ണി കഴിയുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ 14,000-ത്തിലധികം വോട്ടുകൾ മുന്നോട്ട് പോയ BJPയെ സംബന്ധിച്ചിടത്തോളം അവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് 4 റൗണ്ടുകൾ കഴിയുമ്പോൾ 2,000-ത്തിലധികം വോട്ടുകൾ ഭൂരിപക്ഷം കിട്ടുന്നത് ഒട്ടും ശുഭസൂചനയല്ല എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് BJP ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയിൽ നേരിയ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് സമ്മതിക്കേണ്ടി വരും എന്നുള്ളതാണ്. എന്നാൽ ഇതര പ്രദേശങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് പഴയ ഒരു ചിത്രമൊക്കെ തന്നെയാണ് നമുക്ക് പറയേണ്ടി വരും. പിരായിരി നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് പോലെ കോൺഗ്രസിന് എപ്പോഴും വലിയ ഭൂരിപക്ഷം നൽകുന്ന മണ്ഡലമാണ്. അവിടെ ഇത്തവണയും അത് രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടി. നമ്മൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സന്ദർഭത്തിൽ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ 10,000-ത്തിൽ കുറയാതെ ഭൂരിപക്ഷത്തിന് പാലക്കാട് നിന്ന് തെരഞ്ഞെടുക്കപ്പെടും എന്നുള്ളത്. എന്നാൽ അങ്ങനെ തന്നെ സംഭവിക്കുകയാണ്. വളരെ വലിയൊരു ഭൂരിപക്ഷത്തിൽ, പ്രതീക്ഷിക്കാൻ പോലും കഴിയാത്ത ഒരു ഭൂരിപക്ഷത്തിൽ പാലക്കാട് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ ഇതില് സന്ദീപ് വാര്യർ ഘടകം നിർണായകമാകുമോ അതോ മുനിസിപ്പാലിറ്റി ഭരണവിരുദ്ധമാണോ മുന്നിൽ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും മുനിസിപ്പാലിറ്റി ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. സന്ദീപ് ഫാക്ടർ ഉണ്ട്, ഇല്ല നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തെ മീഡിയയിലും ഒക്കെ കാണുന്ന അദ്ദേഹത്തിന് സ്വീകാര്യതയുള്ള. അപ്പം സരിൻ പോയ ഒരു പോക്ക് LDF-ന് ഗുണം ചെയ്തില്ല, ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യില്ല. കാരണം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അതിനെ സ്വീകരിക്കുവാൻ പാകപ്പെട്ട ഒരു മനസ്സല്ല ഇടതുപക്ഷത്തിൻ്റെത്. എന്നാൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ചില സ്വഭാവ സവിശേഷതകൾ നമ്മൾ നോക്കുക. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഇപ്പം BJP വിട്ടുവരുന്നവരെ പണ്ടും ഇരുകൈയും നീട്ടി സ്വീകരിച്ച ഒരു പാരമ്പര്യമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവരെ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതല്ല, BJP തന്റെ വർഗശത്രുവായി തന്നെ കാണുന്ന, കോൺഗ്രസ് തന്റെ ഇടതുപക്ഷം തന്റെ വർഗശത്രുവായി തന്നെ കേരളത്തിൽ കാണുന്ന BJPയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് ഒരാൾ BJPയിലേക്ക് പോകുമ്പോൾ ഉള്ള ഒരു ഇമ്പാക്ട് അല്ല ഇടതുപക്ഷത്തിൽ നിന്ന് ഒരാൾ കോൺഗ്രസിലേക്ക് പോകുമ്പോഴോ കോൺഗ്രസിൽ നിന്ന് ഒരാൾ ഇടതുപക്ഷത്തിലേക്ക് പോകുമ്പോഴോ ഉള്ളത്. ഇപ്പൊ സരിനെ സംബന്ധിച്ചിടത്തോളം
കോൺഗ്രസ് പാളയത്തിൽ നിന്ന് തലേ ദിവസം വരെ പിണറായി വിമർശിച്ചിട്ട് പിറ്റേന്ന് ആ പാർട്ടിയിലോട്ട് ചെന്നപ്പോ ഇപ്പൊ നീതിയും ന്യായവും അതുപോലെ തന്നെ പലപ്പോഴും സാമൂഹ്യ നീതിയും ഒക്കെ പറയുന്ന ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഉള്ള അണികൾക്ക് അത് ദഹിച്ചിട്ടില്ല എന്നുള്ള കാര്യം അന്നേ പറഞ്ഞതാണ്. ആ പാർട്ടിയിൽ തന്നെ വിമർശനം ഉണ്ടായതാണ്, ആ പ്രദേശത്ത് തന്നെ വിമർശനങ്ങൾ ഉണ്ടായതാണ്. അത് മനസ്സിലാക്കാൻ ഇടതുപക്ഷത്തിന് നേരത്തെ കഴിയാതെ പോയത് കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും വലിയ തിരിച്ചടി സരിനെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ BJPയെ സംബന്ധിച്ചിടത്തോളം സന്ദീപ് വാര്യർ പറഞ്ഞ ചില ഘടകങ്ങൾ പ്രധാനമായിരുന്നു. ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രനായിരുന്നു അവിടെ മത്സരിച്ചിരുന്നുവെങ്കിൽ സാഹചര്യം മാറിയേനെ എന്നുള്ള സന്ദീപ് വാര്യരുടെ പ്രസ്താവനയ്ക്ക് നമ്മൾക്ക് പരിഗണന കൊടുക്കാതിരിക്കുവാൻ നിർവാഹമില്ല. അതേസമയം BJPയെ സംബന്ധിച്ചിടത്തോളം BJP ഒരു കുറച്ച കോട്ടയായി പാലക്കാട് നിലനിൽക്കുന്നു എന്നുള്ളതിന്റെ കാര്യത്തിലും യാതൊരു സംശയവുമില്ല. പക്ഷെ അത് വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള മെയ്വഴക്കം BJP ഇനിയും പാലക്കാട് മണ്ഡലത്തിൽ കാണിക്കേണ്ടതായിട്ടുണ്ട്. സ്വാഭാവികമായും വളരെ പ്രതികൂല സാഹചര്യത്തിലും രാഹുൽ മാങ്കൂട്ടത്തിന് അവിടെ നിന്ന് വിജയിച്ചു കയറാൻ കഴിയുന്നതിന്റെ ഘടകങ്ങൾ ഒന്ന് ഭരണപക്ഷ വിരുദ്ധ വികാരം തന്നെയാണ്. ആ നിയമസഭയിലും എടുത്തു നോക്കിയാലും പാലക്കാട് നഗരസഭ എടുത്തു നോക്കിയാലും രണ്ടിടത്തും കോൺഗ്രസിന് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഷാഫി പറമ്പിൽ രാഹുലിനെ സഹായിക്കാനെത്തുന്നു, നീലപ്പെട്ടി വിവാദം രാഹുലിനെ സഹായിക്കാനെത്തുന്നു, സന്ദീപ് ഫാക്ടർ രാഹുലിനെ സഹായിക്കാനെത്തുന്നു. ഇങ്ങനെ ഒട്ടേറെ ഘടകങ്ങൾ ഒരുമിച്ച് ചേർന്ന് രാഹുലിന്റെ വിജയത്തിന് ഘടകമായി മാറുന്നു. അത് തന്നെയാണ് പാലക്കാട് ഒരുപക്ഷെ ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത്. തീർച്ചയായിട്ടും നഗരസഭ വിരുദ്ധ വികാരവും അതുപോലെ തന്നെ സന്ദീപിന്റെ പോക്കും BJPയെ പാലക്കാട് പ്രതിരോധത്തിൽ ആഴ്ത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല തെരഞ്ഞെടുപ്പിൽ അത് ഫലിച്ചിട്ടുണ്ട്, പ്രതിഫലിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട.